സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട CRPCയിലെ അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള CRPCയിലെ ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് 2 ക്ലാസ്സസ് നമ്മൾ CRPC ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ CRPC, അതുപോലെ തന്നെ IPC, കേരള പോലീസ് ആക്ട്, ഇതിൻ്റെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതോടെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമൻസിനെ കുറിച്ചും വാറൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അറസ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അതായത് പോലീസിന് കൊടുക്കുന്ന വിവരങ്ങളും അന്വേഷണത്തിനുള്ള അവരുടെ അധികാരങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോലീസിന് കൊടുക്കുന്ന വിവരവും അന്വേഷണത്തിനുള്ള അവരുടെ അധികാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 154 ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ. സെക്ഷൻ 154 CRPC സെക്ഷൻ 154 എന്താണ് പറയുന്നത്? കൊഗ്നൈസബിൾ കേസുകളിലെ വിവരം, ഇൻഫർമേഷൻ ഇൻ കൊഗ്നൈസബിൾ ഒഫൻസ്. അപ്പോൾ എന്താണ് സെക്ഷൻ 154 പറയുന്നത്? കൊഗ്നൈസബിൾ കേസുകളിലെ വിവരത്തെക്കുറിച്ചാണ് സെക്ഷൻ 154 പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാൽ കൊടുക്കുന്ന ഏതൊരു വിവരവും എഴുതി തയ്യാറാക്കേണ്ടതാണ്. അപ്പം എഴുതി തയ്യാറാക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചതാണ് കൊഗ്നൈസബിൾ കുറ്റം എന്താണ്. അത് നമ്മൾ CRPC സെക്ഷൻ 2C നമ്മൾ പഠിച്ചതാണ്. കൊഗ്നൈസബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് കൊഗ്നൈസബിൾ കുറ്റം നമ്മൾ പഠിച്ചത്. അപ്പോൾ സെക്ഷൻ 154 പറയുന്നത് ആ കൊഗ്നൈസബിൾ കേസുകളിലെ വിവരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കൊഗ്നൈസബിൾ കുറ്റത്തെപ്പറ്റി ഒരു വ്യക്തി ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാൽ കൊടുക്കുന്ന ഏതൊരു വിവരവും എഴുതി തയ്യാറാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്രകാരം ലഭിക്കുന്ന വിവരം അത് നൽകിയ വ്യക്തിയെ വായിച്ചു കേൾപ്പിക്കേണ്ടതും അയാൾ ഒപ്പിടേണ്ടതുമാണ്. അപ്പോൾ കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാൽ കൊടുക്കുന്ന ഏതൊരു വിവരം, അയാൾ വാക്കാൽ പറയുന്ന ഏതൊരു വിവരം നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊഗ്നൈസബിൾ കുറ്റത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിയുടെ മൊഴി എടുക്കുമെന്നാണ് ഇതിന് പറയുന്നത്. മൊഴി എടുത്തു കഴിയുമ്പോൾ ആ വിവരം പോലീസ് എഴുതി തയ്യാറാക്കണ്ടേ. ഇപ്രകാരം എഴുതി തയ്യാറാക്കിയ വിവരം അത് നൽകിയ വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കേണ്ടതും അയാൾ ഒപ്പിടേണ്ടതുമാണ്. അപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ, അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്രകാരം ലഭിക്കുന്ന വിവരം അത് നൽകിയ വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കേണ്ടതും അയാൾ ഒപ്പിടേണ്ടതുമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതുമാണ്. അപ്പോൾ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ആ വിവരത്തെ ചേർക്കേണ്ടത് കൂടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ കേസിൻ്റെ വിവരം റെക്കോർഡാക്കേണ്ടതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ കേസിൻ്റെ വിവരം റെക്കോർഡാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിവരത്തിൻ്റെ റെക്കോർഡാക്കൽ വീഡിയോ എടുക്കേണ്ടതുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഒന്നുകൂടി നോക്കാം. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പോലീസ് ഡ്രൈവർ എക്സാം കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ആ എക്സാമിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നിട്ടാണ് ചോദിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുത്ത് പറയുന്നത്. അപ്പം നമുക്കൊന്നുകൂടെ പറയാം. സെക്ഷൻ 154 പറയുന്നത് കൊഗ്നൈസബിൾ കേസുകളിലെ വിവരത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരു കൊഗ്നൈസബിൾ കുറ്റത്തെപ്പറ്റി ഒരു വ്യക്തി ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാൽ കൊടുക്കുന്ന ഏതൊരു വിവരം എഴുതി തയ്യാറാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്രകാരം ലഭിക്കുന്ന വിവരം അത് നൽകിയ വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കേണ്ടതും ഒപ്പിടേണ്ടതുമാണ്, അയാൾ ഒപ്പിടേണ്ടതുമാണ്. ക്ലിയറായി? അതുപോലെ തന്നെ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ കേസിൻ്റെ വിവരം റെക്കോർഡാക്കേണ്ടതാണ്. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ കേസിൻ്റെ വിവരം റെക്കോർഡാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വിവരത്തിൻ്റെ റെക്കോർഡാക്കൽ വീഡിയോ എടുക്കേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവരത്തിൻ്റെ റെക്കോർഡാക്കൽ വീഡിയോയിൽ എടുക്കേണ്ടതുമാണ്. അപ്പോൾ സെക്ഷൻ 154 നമ്മൾ പഠിച്ച CRPC. അടുത്ത നോക്കാം. അടുത്ത CRPC സെക്ഷൻ 155. CRPC സെക്ഷൻ 155. 154 നമ്മൾ കൊഗ്നൈസബിൾ കേസുകളിലെ വിവരത്തെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ സെക്ഷൻ 155 പഠിക്കാൻ എളുപ്പമാണല്ലോ. കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും, അതായത് ഇൻഫർമേഷൻ ആസ് ടു നോൺ കൊഗ്നൈസബിൾ കേസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ്. ക്ലിയറായി? സെക്ഷൻ 154 നമ്മൾ
ഇത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത്. സെക്ഷൻ 154 നമ്മൾ കൊഗ്നൈസബിൾ കേസുകളുടെ വിവരത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ തന്നെ തൊട്ടടുത്ത സെക്ഷൻ CRPC സെക്ഷൻ 155 നമ്മൾ പഠിക്കുന്നത് കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണത്തെക്കുറിച്ചുമാണ്. അതൊന്ന് ഡീറ്റെയിൽഡ് നോക്കാം. ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. അപ്പം എന്താണ് പറയുക, ഒരു റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം നോൺ കൊഗ്നൈസബിൾ കുറ്റം എന്താണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. CRPC സെക്ഷൻ 2(i)ലാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റം. അപ്പോൾ നോൺ കൊഗ്നൈസബിൾ കുറ്റം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റം എന്ന് പറയുന്നത്. സെക്ഷൻ 2(i) CRPC സെക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ആ നോൺ കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ നോൺ കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ ഓരോ കേസിനെ പറ്റിയുള്ള വിവരത്തെക്കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥൻ റെക്കോർഡ് ബുക്കിൽ ചേർക്കുന്നതൊക്കെ നമ്മുടെ സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ളതല്ലേ. പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ റൈറ്റർ എന്നൊക്കെ പറഞ്ഞൊരു തസ്തികയല്ല പോലീസ് സ്റ്റേഷനിലുള്ള അവരൊക്കെ ഈ റെക്കോർഡ് ബുക്കിൻ്റെ കാര്യങ്ങളും എല്ലാം എഴുതുന്നവരാണ്. അപ്പം അടുത്തത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തിൽ നോൺ കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അധികാരങ്ങൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊഴികെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ, അപ്പോൾ അന്വേഷണ ഉത്തരവ് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ചു കഴിഞ്ഞാൽ, അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അധികാരം. അപ്പോൾ കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അധികാരം എന്താണ്, വാറണ്ട് കൂടാതെ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊഴികെ, ആ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊഴികെ ബാക്കി എല്ലാ അധികാരവും ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് സെക്ഷൻ 155 പറയുന്നത്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണം. ഒന്നുകൂടെ പറയാം. CRPC സെക്ഷൻ 155 കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റത്തെ പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനുള്ള ഉത്തരവ് ലഭിച്ചാൽ കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അധികാരങ്ങൾ, അതായത് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴികെ ബാക്കിയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയറായേ? അപ്പോൾ സെക്ഷൻ 155 നമ്മൾ പഠിച്ചേ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ 156 പഠിക്കാം. അതായത് സെക്ഷൻ 156 എന്താണ് പറയുന്നത്, കൊഗ്നൈസബിൾ കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കൊഗ്നൈസബിൾ കേസസ്. CRPC സെക്ഷൻ 156 കൊഗ്നൈസബിൾ കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെ അധികാരങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന ഏതെങ്കിലും കൊഗ്നൈസബിൾ കേസ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ അന്വേഷണം നടത്താവുന്നതാണ്. അപ്പോൾ കൊഗ്നൈസബിൾ കേസ് എന്താണെന്ന് നമുക്കറിയാം. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റങ്ങളാണ് കൊഗ്നൈസബിൾ കുറ്റമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ആർക്കായിരിക്കും വരുന്നത്? ഒന്നെങ്കിൽ അവിടുത്തെ SIക്ക് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ CAക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ SIയോ CAയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ ചാർജ് സാധാരണ ആർക്കൊക്കെയാണ് വരുന്നത്? SIക്കോ CAക്കോ അല്ലേ? അപ്പോൾ ആ SIയോ CAയോ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആ സർക്കിളിനുള്ളിൽ നടക്കുന്ന കൊഗ്നൈസബിൾ കേസ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ അന്വേഷണം നടത്തുന്നത്. അപ്പം മാരകമായ വാറണ്ട് കൂടാതെ അന്വേഷിക്കുന്ന കൊഗ്നൈസബിൾ കുറ്റം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുകയാണെങ്കിൽ ആ SIക്കോ CAക്കോ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തന്നെ അന്വേഷണം നടത്താവുന്നതാണെന്നാണ് 156 സെക്ഷനിൽ പറയുന്നത്. അതായത് അടുത്തത് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അങ്ങനെയുള്ള കേസിലെ യാതൊരു നടപടിയും ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അങ്ങനെയുള്ള കേസിലെ യാതൊരു നടപടിയും ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ പാടില്ല.
ക്ലിയർ ആയേ? അതുപോലെ തന്നെ 190 വകുപ്പിൽ കീഴിൽ വരുന്ന ഏതൊരു മജിസ്ട്രേറ്റിനും ഇത്തരം അന്വേഷണം നടത്താൻ ഉത്തരവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? 190 വകുപ്പിൽ കീഴിൽ വരുന്ന ഏതൊരു മജിസ്ട്രേറ്റിനും ഇത്തരം അന്വേഷണം നടത്തുവാൻ ഉത്തരവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. CRPC സെക്ഷൻ 156 എന്നാണ് പറയുന്നത്. കൊഗ്നൈസബിൾ കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന ഏതെങ്കിലും കൊഗ്നൈസബിൾ കേസ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ അന്വേഷണം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അങ്ങനെയുള്ള കേസിലെ യാതൊരു നടപടിയും ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 190 വകുപ്പിന് കീഴിൽ വരുന്ന ഏതൊരു മജിസ്ട്രേറ്റിനും ഇത്തരം അന്വേഷണം നടത്തുവാൻ ഉത്തരവ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയേ? അടുത്ത സെക്ഷനിലോട്ട് പഠിക്കാം. അടുത്ത സെക്ഷൻ CRPC സെക്ഷൻ 157. CRPC സെക്ഷൻ 157 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്വേഷണം നടത്താനുള്ള നടപടിക്രമം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CRPC സെക്ഷൻ 157 എന്താണ് പറയുന്നത്? അന്വേഷണം നടത്താനുള്ള നടപടിക്രമം, പ്രൊസീജിയർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ എന്താണ് ആ നടപടിക്രമങ്ങൾ നമുക്ക് പഠിക്കേണ്ടായോ? ആ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ കിട്ടിയ വിവരത്തിൽ നിന്നോ മറ്റേതെങ്കിലും വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ 156 വകുപ്പിൽ കീഴിൽ വരുന്ന ഒരു കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതായി സംശയിക്കാൻ കാരണമുണ്ടാകുമ്പോഴാണ് ഒരു കൊഗ്നൈസബിൾ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരത്തിൽ നിന്നോ മറ്റേതെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 156 വകുപ്പിൽ കീഴിൽ ഒരു കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതായി സംശയിക്കാൻ കാരണമുണ്ടാകുമ്പോഴാണ് ഒരു കൊഗ്നൈസബിൾ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥൻ നിയമ നടപടികൾക്കായി ഉടനെ തന്നെ FIRൻ്റെ റിപ്പോർട്ട് അധികാരപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ FIR എന്താണ്? അപ്പം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്വേഷണ സിനിമകളും അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണത്തില്ലേ, നമ്മൾ ക്രൈം സിനിമകളൊക്കെ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇതാണ് FIR എന്ന് പറഞ്ഞ ടേം. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ FIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എടുക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന റിപ്പോർട്ടാണ് FIR എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർ നിയമ നടപടികൾക്കായി ഉടൻ തന്നെ FIRൻ്റെ റിപ്പോർട്ട്. അപ്പം FIR പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഇതാണ് റിപ്പോർട്ടാണ്. അപ്പോൾ FIRൻ്റെ റിപ്പോർട്ട് അധികാരപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടത്. അപ്പം ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നിയമ നടപടികൾക്കായി ഉടനെ തന്നെ FIR എടുക്കണം. ആ FIRൻ്റെ റിപ്പോർട്ട് അധികാരപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണെന്നുമാണ് പറയുന്നത്. അടുത്തത്, കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതിനുമായി ഉദ്യോഗസ്ഥൻ നേരിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കണം. അത് സിമ്പിളാണ്. കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതിനുമായി ഉദ്യോഗസ്ഥൻ നേരിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കണം. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓർത്ത് വെക്കാവുന്നൊരിതാണ്. അതായത് നമ്മളിപ്പം പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. SIയും DYSPയും ഒക്കെ ഹൈ റാങ്കിലിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. താഴെ കിടക്കുന്ന പോലീസുകാരനാണ് പോയി അറസ്റ്റ് ചെയ്ത് പ്രതിയെ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഏതൊരു സിനിമ എടുത്തു നോക്കിയാൽ മതി, പ്രത്യേകിച്ച് മലയാള സിനിമയിലൊക്കെ ആണെങ്കിൽ SI DYSPയും CA അവരൊക്കെ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. പക്ഷേ പ്രതിയെ പിടിക്കാൻ പോകുന്ന ആരാണ്? SIയോ അല്ലെങ്കിൽ കോൺസ്റ്റബിളോ കാര്യങ്ങളോ ഒക്കെയാണ് പ്രതിയോട് പിടിക്കാൻ നേരിട്ട് സ്ഥലത്ത് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ളതോ എളുപ്പം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സിനിമയില്ലേ, വിനീത് ശ്രീനിവാസൻ്റെ ആണോ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അതിനകത്ത് തന്നെ 2 കോൺസ്റ്റബിൾമാരല്ലേ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ട്രെയിനിലൂടെ. അപ്പോൾ എന്താണ്, കോൺസ്റ്റബിൾമാരെന്ന് പറയുമ്പോൾ അവരെന്താണ്, കീഴുദ്യോഗസ്ഥരല്ലേ. അതുപോലെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികൾ എടുക്കുന്നതിനുമായി ഉദ്യോഗസ്ഥൻ നേരിട്ട് പോകണം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഉദ്യോഗസ്ഥൻ നേരിട്ട് പോകണം, ഉദ്യോഗസ്ഥരെ നേരിട്ട് പോവാം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥരെ നിയോഗിക്കണം. നമ്മൾ സിനിമകളിലെല്ലാം കീഴുദ്യോഗസ്ഥന്മാരാണ് പോകുന്നത്. സിംഗം സൂര്യ പോലുള്ള ആളുകളാണെങ്കിൽ നേരിട്ട് തന്നെ പോകും. മനസ്സിലായില്ലയോ? അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പം അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങളിൽ അത് ക്ലിയറായ. കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികൾ എടുക്കുന്നതിനുമായി ഉദ്യോഗസ്ഥൻ നേരിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥരെ നിയോഗിക്കണം. ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്.
അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്ത നടപടിക്രമം എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വിവരങ്ങൾ ഗൗരവതരമല്ലാത്തപ്പോഴോ അന്വേഷണത്തിൽ പ്രവേശിക്കുന്നതിന് മതിയായ അടിസ്ഥാനമില്ലാത്തപ്പോഴോ അദ്ദേഹം കേസ് അന്വേഷിക്കേണ്ടതില്ല. അതായത് പോലീസ് നമ്മൾ അന്വേഷണ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില വിവരങ്ങളൊന്നും ഗൗരവമില്ലാത്ത വിവരങ്ങളൊക്കെ ആയിരിക്കും. അതായത് അന്വേഷണത്തിൽ മതിയായ അടിസ്ഥാനമില്ലാത്ത വിവരങ്ങളൊക്കെ വരും. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത വിവരങ്ങളൊക്കെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഉദ്യോഗസ്ഥൻ താൻ ആ കേസ് അന്വേഷണം നടത്താത്തതിനുള്ള കാരണം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതും കേസിൻ്റെ വിവരങ്ങൾ നൽകിയ ആളെ അറിയിക്കേണ്ടതുമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ആ ഉദ്യോഗസ്ഥൻ താൻ ആ കേസ് അന്വേഷണം നടത്താത്തതിനുള്ള കാരണം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതും കേസിൻ്റെ വിവരങ്ങൾ നൽകിയ ആളെ അറിയിക്കേണ്ടതുമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ പെട്ടെന്ന് നോക്കാം. CRPC സെക്ഷൻ 157 അന്വേഷണം നടത്താനുള്ള നടപടിക്രമം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ നടപടിക്രമങ്ങളാണ്? ആദ്യത്തെ നടപടിക്രമം, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരത്തിൽ നിന്നോ മറ്റേതെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 156 വകുപ്പിൽ കീഴിൽ ഒരു കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതായി സംശയിക്കാൻ കാരണമുണ്ടാകുമ്പോഴോ ആണ് ഒരു കൊഗ്നൈസബിൾ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ നിയമ നടപടികൾക്കായി ഉടൻ തന്നെ FIRന്റെ റിപ്പോർട്ട് അധികാരപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറ്റക്കാരനെ കണ്ടുപിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികൾ എടുക്കുന്നതിനുമായി ഉദ്യോഗസ്ഥൻ നേരിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വിവരങ്ങൾ ഗൗരവതരമല്ലാത്തപ്പോഴോ അന്വേഷണത്തിൽ പ്രവേശിക്കുന്നതിനോ മതിയായ അടിസ്ഥാനമില്ലാത്തപ്പോഴോ അദ്ദേഹം കേസ് അന്വേഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ആ ഉദ്യോഗസ്ഥൻ താൻ ആ കേസ് അന്വേഷണം നടത്താത്തതിനുള്ള കാരണം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതും കേസിൻ്റെ വിവരങ്ങൾ നൽകിയ ആളെ അറിയിക്കേണ്ടതുമാണ്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ CRPC സെക്ഷൻ 160 സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. അപ്പോൾ എന്താണ്? നമുക്ക് ഓരോ കേസുകളിൽ സാക്ഷിയും കാണും, പ്രതിയും കാണും, വാദിയും കാണും. അപ്പോൾ സാക്ഷിയുടെ കാര്യം ആണ് ഇവിടെ പറയുന്നത്. CRPC സെക്ഷൻ 160 പറയുന്നത് സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരത്തെക്കുറിച്ച്. അപ്പോൾ സാക്ഷികളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തെക്കുറിച്ചാണ് CRPC സെക്ഷൻ 160 പറയുന്നത്. അപ്പോൾ എന്തൊക്കെ അധികാരങ്ങളാണ് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്? കേസ് അന്വേഷണം നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് കേസിലെ വസ്തുതകൾ നേരിട്ട് അറിവുള്ളവനായി തോന്നുന്ന ഏതെങ്കിലും ആൾ തൻ്റെ സ്വന്തം സ്റ്റേഷൻ്റെയോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷൻ്റെ അതിർത്തിക്കുള്ളിലുണ്ടെങ്കിൽ തൻ്റെ മുമ്പാകെ ഹാജരാകുന്നതിന് ലിഖിത ഉത്തരവ് വഴി ആവശ്യപ്പെടാവുന്നതാണ്. അപ്പം കേസ് അന്വേഷണത്തിന് സഹായിക്കത്തക്ക വിധത്തിൽ നേരിട്ട് അറിവുള്ളതായി തോന്നുന്ന ഏതെങ്കിലും ആൾ, അതായത് സാക്ഷി അദ്ദേഹത്തിൻ്റെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിലോ അതിർത്തിക്കുള്ളിലോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മുമ്പിൽ ഹാജരാവുന്നതിന് ലിഖിത ഉത്തരവ് വഴി ആവശ്യപ്പെടാവുന്നത്. ലിഖിത ഉത്തരവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നോട്ടീസോ പേപ്പറോ കാര്യങ്ങളോ ഒക്കെ അയച്ച് അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കാൻ സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. സാധിക്കുന്നതെന്നല്ല, ആവശ്യപ്പെടാവുന്നതാണ് സാക്ഷി ഹാജരാവണമെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അധികാരമാണ് പറയുന്നത്. അടുത്തത്, അങ്ങനെയുള്ള ആൾ അപ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ അപ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാകേണ്ടതാണ്. അതായത് ഇത്ര ഓർത്തു വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി, കേസിൽ നേരിട്ട് അറിവുള്ള ഒരു സാക്ഷി ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സാക്ഷി ഇപ്പം ഞാനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് വെച്ചു, എൻ്റെ സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിലല്ല അയാൾ, ആ തൊട്ടടുത്ത സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ പോലും തൊട്ടടുത്ത സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിൽ ഉള്ള ഒരാളായോ പോലും എനിക്ക് എൻ്റെ മുമ്പിൽ ഹാജരാവാൻ വേണ്ടി അദ്ദേഹത്തിന് ലിഖിത ഉത്തരവ്, അതായത് പേപ്പറായോ മെയിലായോ എന്തെങ്കിലും പോസ്റ്റ് വഴിയോ എന്തെങ്കിലും ലിഖിത ഉത്തരവ് വഴി എനിക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾ ആവശ്യപ്പെടുന്നത് പോലെ എൻ്റെ മുമ്പിൽ ഹാജരാവേണ്ടതാണെന്നാണ് ഈ അധികാരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സിൽ താഴെയുള്ളതോ 65 വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമായോ ഉള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സിൽ താഴെയുള്ളതോ 65 വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്.
അതായത് ഇപ്പം നമുക്കറിയാം സ്ത്രീകളെയൊക്കെ നമുക്ക് ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇന്നിടത്ത് തന്നെ ഹാജരാവണമെന്ന് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ 15 വയസ്സിൽ താഴെയുള്ളതോ 65 വയസ്സിന് മുകളിലുള്ളതോ ആയൊക്കെ 15 വയസ്സിൽ താഴെയുള്ളത് കൊച്ചുകുട്ടികളാവും. അതുപോലെ തന്നെ 65 വയസ്സിൽ താഴെ മുകളിലുള്ള ഒക്കെ എന്നൊക്കെ പറയുമ്പം വയോജനങ്ങളാവും. അങ്ങനെയുള്ളവരോ പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്നവരോടൊന്നും നമുക്ക് ഇന്നിടത്തോട്ട് വന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ, ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലോട്ട് വാ, നമുക്ക് ഒന്ന് മൊഴിയെടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് പോലീസിന് അവിടെ അധികാരം പ്രയോഗിക്കാൻ പാടില്ല. ആ ഉദ്യോഗസ്ഥൻ അവരെവിടാണോ ഉള്ളത് അവരുടെ അടുത്ത് പോയി മൊഴിയെടുക്കണം എന്നാണ് സെക്ഷൻ 160 പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ്, എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സിൽ താഴെയുള്ളതോ 65 വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമായോ ഉള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അവരുടെയൊക്കെ സാക്ഷി മൊഴികൾ നേരിട്ട് പോയി ഉദ്യോഗസ്ഥൻ എടുക്കേണ്ടതാണെന്നാണ് സെക്ഷൻ 160 പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ താമസ സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സാക്ഷിയുടെ ചിലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണിത് പറയുന്നത്? എൻ്റെ സ്ഥലം, ഇപ്പം ഞാൻ ആ സാക്ഷി എന്ന് വിചാരിച്ചു, എൻ്റെ സ്ഥലം കണ്ണൂരാണ്, ഈ ക്രൈം നടക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ആ ഉദ്യോഗസ്ഥൻ്റെ ആ സ്റ്റേഷൻ പരിധി തിരുവനന്തപുരമാണെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പോയി എൻ്റെ താമസം എൻ്റെ ഇത് കണ്ണൂരല്ലേ, അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പോയി ആ മൊഴി രേഖപ്പെടുത്തണം, ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാണ്. അങ്ങനെ ഞാൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഞാനല്ലേ സാക്ഷി, അപ്പം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, അതായത് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം ആ സാക്ഷിയായ എനിക്ക് എൻ്റെ ചിലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മമ്മൂട്ടി പറയുന്നതിൻ്റെ തൊട്ട് നോക്കിയിരിക്കത്തേ ഇപ്പം കിട്ടിയത് തന്നെ. അപ്പോൾ ക്ലിയറായേ? അപ്പം സാക്ഷിയായ കണ്ണൂരിരിക്കുന്ന ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വഴിച്ചെലവ് കാര്യങ്ങളും എല്ലാം ആ ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ CRPC സെക്ഷൻ 160 പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ ചോദിക്കാൻ പറ്റുമോ പോലീസുകാരോട്? മമ്മൂട്ടി പറയുന്നതിനോട് നോക്കിയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 160 CRPC സെക്ഷൻ 160 സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതിലെ അധികാരങ്ങൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കേസ് അന്വേഷണം നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് കേസിലെ വസ്തുതകൾ നേരിട്ട് ഉള്ളവനായി തോന്നുന്ന ഏതെങ്കിലും ആൾ തൻ്റെ സ്വന്തം സ്റ്റേഷൻ്റെയോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷൻ്റെയോ അതിർത്തിക്കുള്ളിലുണ്ടെങ്കിൽ തൻ്റെ മുമ്പാകെ ഹാജരാകുന്നതിന് ലിഖിത ഉത്തരവ് വഴി ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾ പ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാകേണ്ടതുമാണ്. പക്ഷേ എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സോ താഴെയുള്ളതോ 65 വയസ്സിന് മുകളിലതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളുകളെയൊക്കെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ താമസ സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സാക്ഷിയുടെ ചിലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 160 നമ്മൾ വളരെ ചെറിയ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മാക്സിമം ലൈക്ക് ചെയ്യണേ. പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തി വെക്കണേ. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ CRPC സെക്ഷൻ 161 സാക്ഷികളെ വിസ്തരിക്കുന്നത്. അപ്പം നമ്മൾ സാക്ഷികളെ എന്താണ് CRPC സെക്ഷൻ 160 പറഞ്ഞത്? സാക്ഷികൾ ആകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്. അപ്പം CRPC സെക്ഷൻ 160 നമ്മൾ സാക്ഷികളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം തൊട്ടടുത്ത സെക്ഷൻ CRPC സെക്ഷൻ 161 എന്താണ് പറയുന്നത്? സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത്. അപ്പം 160 നമ്മൾ സാക്ഷികൾ ഹാജരാകണമെന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ 161 നമ്മൾ പഠിക്കുന്നത് എന്താണ്? സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം നമുക്കത്.
ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയെയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയെയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷി കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയെയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷി കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. ഇപ്രകാരം ശേഖരിക്കുന്ന മൊഴി ഫസ്റ്റ് പേഴ്സൺ, അതായത് പ്രഥമ പുരുഷൻ സാക്ഷി തന്നെത്താനെ പറയുന്നതായി തോന്നത്തക്ക രീതിയിൽ എടുക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ ഫസ്റ്റ് പേഴ്സൺ ശേഖരിക്കുന്ന മൊഴി ഫസ്റ്റ് പേഴ്സൺ പറയുന്നതായി തോന്നത്തക്ക രീതിയിൽ എഴുതിയെടുക്കേണ്ടതാണ്. അപ്പം ഇപ്പം ശശി എൻ്റെ മുമ്പിൽ വന്നിക്കുക, ശശിയാണ് സാക്ഷി. അപ്പം ഞാൻ ഉദ്യോഗസ്ഥൻ. അപ്പം ശശി കണ്ട കാര്യങ്ങൾ ശശി പറയുവാണ്. ശശി പറയുവാണ്, ഞാൻ രാമു ഒരാളെ അടിക്കുന്നതായി ഞാൻ കണ്ടു, രാമു അവനെ കുത്തുന്നതായി കണ്ടു. അപ്പം ശശി എന്താണ് പറയുന്നത്? അപ്പം ഞാൻ എങ്ങനെയാണ് എഴുതേണ്ടത്? രാമു അവനെ കുത്തുന്നതായി ഞാൻ കണ്ടു. അപ്പം ശശിയുടെ പേഴ്സണായിട്ടാണ് ഞാൻ മൊഴിയെടുക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആയോ? അതായത് ശശി പറയുന്നതായിട്ട് തന്നെ ഫസ്റ്റ് പേഴ്സണായിട്ട് തന്നെ എനിക്ക് എഴുതേണ്ടതാണ്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? സാക്ഷിമൊഴി രേഖപ്പെടുത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. ഇപ്രകാരം ശേഖരിക്കുന്ന മൊഴി ഫസ്റ്റ് പേഴ്സൺ, അതായത് പ്രഥമ പുരുഷൻ സാക്ഷി തന്നെത്താനെ പറയുന്നതായി തോന്നത്തക്ക വിധത്തിൽ രീതിയിൽ എഴുതിയെടുക്കേണ്ടത്. അതായത് സാക്ഷി എങ്ങനെയാണോ പറയുന്നത്, ആ സാക്ഷി എങ്ങനെയാണോ പറയുന്നത്, ആ സാക്ഷിയല്ലേ, ആ ശശിയായ സാക്ഷി പറയുന്നത് എങ്ങനെയാണോ അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതണമെന്നാണ് CRPC സെക്ഷൻ 161 പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. CRPC സെക്ഷൻ 161 സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊരു സാക്ഷിയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷി കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇപ്രകാരം ശേഖരിക്കുന്ന മൊഴി ഫസ്റ്റ് പേഴ്സൺ, പ്രഥമ പുരുഷൻ അല്ലെങ്കിൽ സാക്ഷി തന്നെത്താനെ പറയുന്നതായി തോന്നത്തക്ക രീതിയിൽ എഴുതി എടുക്കേണ്ടതാണ്. ക്ലിയർ ആയ? അടുത്ത് നമുക്ക് നോക്കാം. CRPC സെക്ഷൻ 164 കുറ്റകൃത്യങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? CRPC സെക്ഷൻ 164 എന്താണ് പറയുന്നത്? കുറ്റകൃത്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് CRPC സെക്ഷൻ 164 പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. കുറ്റസമ്മതവും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അപ്പം കുറ്റസമ്മതവും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അതായത് അടുത്ത നോക്കാം നമുക്ക്. ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയോ തൻ്റെ അധികാര പരിധിയിൽ ഉള്ളത് അല്ലെങ്കിലും റെക്കോർഡ് ആക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയോ തൻ്റെ അധികാര പരിധിയിൽ ഉള്ളതല്ലെങ്കിലും റെക്കോർഡാക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ഒരു പ്രതി വന്ന് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതം, അതായത് ഒരാൾ വന്ന് ഒരു കേസിനെ സംബന്ധിച്ച് അതായത് തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയോ അതായത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയോ അധികാര പരിധിയിൽ ഉള്ളതല്ലെങ്കിലും അദ്ദേഹത്തിന് റെക്കോർഡ് ആക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. ക്ലിയർ ആയേ? അപ്പം ഈ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ എടുക്കുന്ന നമ്മൾ ആ രേഖയില്ലേ, കുറ്റസമ്മതമോ മൊഴിയോ കൊടുക്കുന്ന മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന ഇതില്ലേ, ആ റെക്കോർഡ്, ആ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. അടുത്തത്, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ അധികാരം കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡി വെക്കാൻ അധികാരം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത എന്താ നോക്കാം. കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി അയാൾക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി സ്വീകരിക്കപ്പെടാൻ ഇടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം
മേൽപ്പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ പറയാം, ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങളത് ഒന്നുകൂടെ ക്ലിയർ ആവും. സെക്ഷൻ 160 CRP സെക്ഷൻ 164 നമ്മൾ പറഞ്ഞു, കുറ്റകൃത്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുറ്റസമ്മതവും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് ഈ സെക്ഷൻ. അതുപോലെ തന്നെ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയോ തൻ്റെ അധികാര പരിധിയിൽ ഉള്ളതല്ലെങ്കിലും റെക്കോർഡ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ അധികാരം കൊടുക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി അയാൾക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി സ്വീകരിക്കപ്പെടാൻ ഇടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണ്. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ 174 CRP സെക്ഷൻ 174 എന്താണ് പറയുക? ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 174 എന്ന് പറയുന്നത് ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്താണ്? ആത്മഹത്യ യാദൃശ്ചിക സംഭവത്താലോ സംശയാസ്പദമായ കാരണത്താലോ മരണം സംഭവിച്ച കേസുകൾ മുതലായവ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് പറയുന്നത്? ആത്മഹത്യ യാദൃശ്ചികമായ സംഭവത്താലോ സംശയാസ്പദമായ കാരണത്താലോ നടക്കുന്ന മരണം സംബന്ധിച്ച കേസുകൾ മുതലായവ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന് അനുശാസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ പോലീസ് സ്റ്റേഷൻ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനോ സംസ്ഥാന സർക്കാർ പ്രത്യേകം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ സംഭവത്തെക്കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസിലോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ ഉള്ളപ്പോഴോ ഏറ്റവും അടുത്തുള്ള സിവിൽ സർജനെയോ യോഗ്യതയുള്ള മറ്റ് ഡോക്ടറെയോ പരിശോധിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറയാം. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ, അപ്പോൾ ഇതെല്ലാം വർഷമെല്ലാം ഓർത്ത് നോക്കണം. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസിലോ അല്ലെങ്കിൽ മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളപ്പോഴോ ഏറ്റവും അടുത്തുള്ള സിവിൽ സർജനെയോ യോഗ്യതയുള്ള മറ്റു ഡോക്ടറെയോ പരിശോധന നടത്തേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. CRPC സെക്ഷൻ 174 ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഇത്രയുമാണ് CRP സെക്ഷൻ 174 വരുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ നോക്കാം. CRP സെക്ഷൻ 177. CRPC സെക്ഷൻ 177 അന്വേഷണ വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. അപ്പോൾ എന്താണ് പറയുന്നത്? അന്വേഷണ വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെക്കുറിച്ചാണ് CRP സെക്ഷൻ 177 പറയുന്നത്. അതായത് സാധാരണയായി ഏതൊരു കുറ്റവും ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ അത് ചെയ്തിട്ടുള്ളത് ആ കോടതി അന്വേഷണ വിചാരണ ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്യേണ്ടതാവുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണേ. CRP സെക്ഷൻ 177 ഏതൊരു കുറ്റവും ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ അത് ചെയ്തിട്ടുള്ളത് ആ കോടതിക്ക് തന്നെ അന്വേഷണ വിചാരണ ചെയ്യുകയും അതുപോലെ തന്നെ ആ കേസിന്മേൽ വിചാരണ ചെയ്യുകയും ചെയ്യേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. സിമ്പിളാണ്. CRP സെക്ഷൻ 177 അന്വേഷണ വിചാരണയ്ക്കുള്ള സാധാരണ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. CRP സെക്ഷൻ 178 അന്വേഷണ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോലെ CRP സെക്ഷൻ 177 അന്വേഷണ വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. CRP സെക്ഷൻ 178 എന്താണ് പറയുന്നത്? അന്വേഷണ വിചാരണയ്ക്കുള്ളതോ ആയ സാധാരണ സ്ഥലത്തെക്കുറിച്ചാണ്. അതായത് കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയും ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ ആയാൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അധികാരതയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ എളുപ്പം കിട്ടും. CRP സെക്ഷൻ 177 പറയുന്നത് സാധാരണയായി ഏതൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം ഏത് കോടതിക്ക് അധികാരപരിധിയിലാണോ അത് ചെയ്തിട്ടുള്ളത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയും അതുപോലെ തന്നെ ബാക്കി കേസിൻ്റെ വിചാരണകളോ ചെയ്യേണ്ടതാകുന്നു എന്നാണ് CRP സെക്ഷൻ 177 പറയുന്നത്. CRP സെക്ഷൻ 178 പറയുന്നത്
കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമാവുകയോ അതുപോലെ തന്നെ ഒന്നിലധികം സ്ഥലത്തൊക്കെ വെച്ച് ക്രൈംസ് ചെയ്യത്തില്ലേ, ആ ക്രൈം അങ്ങനെ ചെയ്യുമ്പോൾ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അധികാരപരിധിയുള്ള അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഇപ്പം അധികാരപരിധിയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? അടുത്തത് CRP സെക്ഷൻ 179 കുറ്റം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാക്കുന്നതോ ആയ സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാം. അപ്പോൾ എന്താണ് CRP സെക്ഷൻ 179 പറയുന്നത്? കൃത്യം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാക്കുന്നതോ ആയ സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാം. അതായത് ഒരു സ്ഥലത്ത് ചെയ്യപ്പെട്ട ഒരു പ്രവൃത്തിയോ അതിൻ്റെ അനന്തരഫലമോ ആ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ ഒരു കുറ്റമായാൽ ആ കുറ്റം ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള കോടതിക്ക് അതിൻ്റെ അനന്തരഫലമുണ്ടായ സ്ഥലത്തെ കോടതിക്കോ അന്വേഷണ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. CRP സെക്ഷൻ 179 പറയുന്നത് കുറ്റം ചെയ്യുന്നതോ അനന്തരഫലം ഉണ്ടാക്കുന്നതോ ആയ സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാവുന്നതാണ്. അതായത് ഒരു സ്ഥലത്ത് ചെയ്യപ്പെട്ട ഒരു പ്രവൃത്തിയോ അതിൻ്റെ അനന്തരഫലമോ ആ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ ഒരു കുറ്റമായാൽ ആ കുറ്റം ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള കോടതിക്കോ അതിൻ്റെ അനന്തരഫലമുണ്ടായ സ്ഥലത്തുള്ള കോടതിക്കോ അന്വേഷണ വിചാരണ ചെയ്യുകയും ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. സെക്ഷൻ 180 കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം എന്നാണ് CRP സെക്ഷൻ 180. അതായത് ഒരു കുറ്റമാകാൻ സാധ്യതയുള്ളതുമായ ഒരു പ്രവൃത്തിയുമായോ ഉള്ള ബന്ധം കാരണം രണ്ടാമതൊരു പ്രവൃത്തി കുറ്റമായി തീരുമ്പോൾ ആദ്യ കുറ്റത്തിൻ്റെ വിചാരണ അത് നടന്ന സ്ഥലത്തിൻ്റെയോ രണ്ടാമത്തെ കുറ്റം നടന്ന സ്ഥലത്തിൻ്റെയോ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. സെക്ഷൻ 180 ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. അടുത്ത CRP സെക്ഷൻ 181 ചില കുറ്റങ്ങളുടെ വിചാരണക്കുള്ള സ്ഥലം. അപ്പോൾ CRP സെക്ഷൻ 181 പ്രത്യേകത എന്താണ്? ചില കുറ്റങ്ങളുടെ വിചാരണക്കുള്ള സ്ഥലം. അതായത് കവർച്ചക്കാരനോ കൊലപാതകം ചെയ്ത ഒരു കവർച്ചക്കാരനോ ഒരു കവർച്ചയോ കൊലപാതകത്തോടു കൂടിയുള്ള കവർച്ചാ സംഘത്തിൽപ്പെട്ടതോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതോ ആയ വ്യക്തിയെ ഏത് പ്രദേശത്ത് വെച്ചാണോ പിടികൂടുന്നത് ആ പ്രദേശത്ത് അധികാരപരിധിയിലുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ CRP സെക്ഷൻ 181 എന്ന് പറയുന്നത്. കവർച്ചക്കാരനോ കൊലപാതകം ചെയ്തൊരു കവർച്ചക്കാരനോ കൊലപാതകത്തോടു കൂടിയുള്ള ഒരു കവർച്ചാ സംഘത്തിൽപ്പെട്ടതോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുക ആ വ്യക്തിയെ വേറൊരു പ്രദേശത്ത് വെച്ച് പിടിക്കുക, ആ പ്രദേശത്ത് അധികാരപരിധിയുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തിയെ എവിടെയാണോ തടഞ്ഞു വെക്കുന്നത് ആ പ്രദേശത്തെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. CRP സെക്ഷൻ 181 നമ്മൾ പഠിച്ചു. ചില കുറ്റങ്ങളുടെ വിചാരണക്കുള്ള സ്ഥലം. അതായത് നമ്മളിപ്പോൾ ഒരാളൊരു കണ്ണൂർ ക്രൈം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കോഴിക്കോട്ടോട്ട് പോവുക. കോഴിക്കോട്ട് വെച്ച് അയാൾ പിടിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിചാരണ ചെയ്യാനുള്ള അധികാരം കോഴിക്കോടുള്ള പ്രദേശത്തുള്ള മജിസ്ട്രേറ്റിനായിരിക്കും, അധികാരപരിധിയുള്ള കോടതികൾക്കായിരിക്കും. ക്ലിയർ ആയി? അതുപോലെ തന്നെ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയും കടത്തുകയൊക്കെ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തി എവിടെ വെച്ചാണോ പിടിക്കുന്നത് എവിടെയാണോ തടഞ്ഞു വെക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് CRP സെക്ഷൻ 181 പറയുന്നത്. അതുപോലെ തന്നെ മോഷണം, കൊള്ളയടി, കവർച്ച എന്നിവയിൽ ഏതെങ്കിലും ഒരു കുറ്റവാളി ചെയ്താൽ ആ സംഭവം നടന്ന പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ കുറ്റകരമായ ദുർവിനിയോഗം, ട്രസ്റ്റ് ലംഘനം എന്നിവ ചെയ്യുന്നത് ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ അല്ലെങ്കിൽ കുറ്റത്തിന് വിഷയമായ വസ്തു കൈവശം വെച്ചിരിക്കുന്ന പ്രദേശം ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ വരുന്നത് ആ കോടതിക്ക് ഒരു കുറ്റം വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ട്. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് നോക്കാം. CRP സെക്ഷൻ 183 എന്താണ് പറയുന്നത്? യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം. അതായത് ഒരു സമുദ്രയാത്രയിലോ പ്രാദേശിക യാത്രയിലോ ചെയ്യപ്പെടുന്ന ഒരു കുറ്റമോ അത് ചെയ്യുന്നയാളെ ഏത് വ്യക്തിക്കെതിരെയാണോ കുറ്റം ചെയ്യുന്നത് ആ വ്യക്തിയോ ഏത് സാധനം സംബന്ധിച്ചുള്ള കുറ്റമോ ആ സാധനമോ കടന്നു പോകുന്ന പ്രദേശത്തുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്.
അതായത് ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാൾ കുറ്റം ചെയ്യുന്നു. ആ കുറ്റം ചെയ്യുമ്പോൾ ആ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് കുറ്റം ചെയ്യുന്നത് എവിടെ വെച്ചാണോ കുറ്റം ചെയ്യുന്നത് ആ കുറ്റം ചെയ്യുന്ന സ്ഥലത്തെ അധികാരപരിധിയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണ വിചാരണ ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് CRPC സെക്ഷൻ 183 പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നമ്മൾ CRPC സെക്ഷൻ കംപ്ലീറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള CRPC സെക്ഷൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ CRPCയുടെ അവസാനത്തെ ക്ലാസ്സാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മളിനി CRPCയുടെ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് പറയുന്നത്. അതായത് ഇന്ത്യൻ തെളിവ് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് CRPCയുടെ ക്ലാസ് തീർന്നു. ഇത്രയേ ഉള്ളൂ CRPCയുടെ ക്ലാസ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞത്? കേരള പോലീസ് ആക്ട് കഴിഞ്ഞു, അതുപോലെ തന്നെ IPC കഴിഞ്ഞു, അതുപോലെ തന്നെ CRPCയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് കഴിഞ്ഞത്. നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഓരോ സെപ്പറേറ്റ് വെച്ച് നമുക്ക് മോഡൽ എക്സാംസ് ചെയ്യാവുന്നതാണ്, ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.